നമ്മുടെ വാർത്തയെ തുടർന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇതാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, നിങ്ങൾ ഇത്തരം കൂടോത്ര പ്രവർത്തിക്കൊന്നും നിൽക്കരുത് എന്ന്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ കൂടോത്രം വെച്ചുകൊണ്ട് നേതാക്കന്മാരാകാൻ ശ്രമിക്കുന്നവരും നേതാക്കന്മാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമൊക്കെ ഉണ്ട്. അവരെയൊന്നും കണ്ടു പഠിക്കേണ്ട എന്ന് യുവ നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ഡാൻ, അഭിലാഷ, കോൺഗ്രസിലെ നേതാക്കളുടെ പ്രതികരണങ്ങളുടെ തുടക്കമായി തന്നെ അബിൻ വർക്കി നടത്തിയിരിക്കുന്ന രൂക്ഷമായ ഈ വിമർശനത്തെ കാണേണ്ടി വരും. അബിൻ തുടക്കമിട്ട ഈ വിമർശനം മുതിർന്ന നേതാക്കൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും വരും മണിക്കൂറുകൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. കാരണം കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ട അന്ന് മുതൽ തുടരുന്ന മൗനമാണ് കൃത്യമായി അത് പ്രതികരണവുമായി രംഗത്തെത്തേണ്ട സാഹചര്യത്തിലേക്ക് പാർട്ടിയെ ഔദ്യോഗികമായി തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ പാർട്ടിയെ കേരളത്തിൽ നയിക്കേണ്ട നേതാവിനെതിരെ തന്നെ പാർട്ടിക്കുള്ളിലെ പ്രമുഖൻ ഇങ്ങനെ ചെയ്തു എന്ന ഒരു വിവാദ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ മുഖം രക്ഷിക്കാൻ വിശദീകരണവുമായി രംഗത്തെത്തേണ്ടത് ഏറ്റവും അനിവാര്യമായ സാഹചര്യം തന്നെയാണ്. എന്ത് സംഭവങ്ങളുണ്ടായാലും വാർത്താക്കുറിപ്പുകൾ ഇറക്കുന്ന മുതിർന്ന നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ മൗനം തുടരുന്നത് തന്നെയാണ് ഇതിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന വാദത്തിന്റെ ആക്കം കൂട്ടുന്നതും. അഭിലാഷ്, തീർച്ചയായും ഡാൻ, ഇതിൽ ഇപ്പോൾ ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ ഇതിന്. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഇത്തരം പ്രക്രിയ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം ചോദിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. നേരത്തെ സജിത്ത് അക്കാര്യം സൂചിപ്പിച്ചു. അതായത് പാർട്ടിക്കകത്ത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം മാത്രമല്ല, അവിടെ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകൾ, ഭൂരിപക്ഷം എന്നതൊക്കെ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസിന് നൽകിയത്. അതുമാത്രവുമല്ല, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് നാളൊന്നും ശേഷിക്കുന്നുമില്ല. അപ്പോൾ വലിയ പടലപ്പിണക്കങ്ങളോ വാക്കുതർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനിത് വീണ്ടും ചർച്ചയാക്കുന്നു എന്നുകൂടി ഉണ്ടാകുന്ന സംശയം അത് ന്യായമല്ലേ? വരാനിരിക്കുന്നത് വസന്തകാലമാണ് UDFന് മുമ്പിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലാണ് പാർട്ടിയെ അപ്പാടെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം ഒരേപോലെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം, കോൺഗ്രസിൽ ഇതേ കൂടോത്രത്തിന് ഇരകളായിട്ടുള്ള മറ്റ് മുതിർന്ന നേതാക്കൾക്കും എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വസ്തുതയറിയാം. സമാനമായ ദുരനുഭവം നേരിടേണ്ടി വന്ന പ്രമുഖ നേതാക്കൾ പരസ്യമായ പ്രതികരണവുമായി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ലായിരുന്നുവെങ്കിലും കൃത്യമായി പരസ്യമായ പ്രതികരണം നടത്തേണ്ടത് അവർക്ക് മുമ്പിലും അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇനി വ്യക്തമാകാനുള്ളത്, ഇത് ഒറ്റയാൾ ചെയ്തതാണോ, അതായത് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ദുരുദ്ദേശമാണോ ഇത്, അതോ ഇത് വളരെ ആസൂത്രിതമായി ഒരു സംഘം ആളുകൾ ചേർന്ന് എടുത്ത ഒരു തീരുമാനം മറ്റൊരാളെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു? അതിൽ കൃത്യത വരേണ്ടതുണ്ട്. അതോടൊപ്പം ഞാൻ ഇന്നലെ വിപിനോട് ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തുമ്പോൾ CCTV നിരീക്ഷണത്തിലുള്ള വീട്ടിൽ എന്തുകൊണ്ട് CCTV പരിശോധിച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന്. അതിന് വിപിൻ എനിക്ക് നൽകിയ ഉത്തരം, എപ്പോഴാണ് ഇത് കുഴിച്ചിട്ടതെന്ന് അറിയില്ല. അവിടെ ഈ ആചാര്യനെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലം കണ്ടെത്താൻ നടത്തിയ പരിശോധനയിലാണ് കന്നിമൂലയിലാണ് 3 അടി താഴ്ചയിൽ അതുള്ളത് എന്ന് മനസ്സിലാകുന്നതാണ്. പക്ഷേ അതെപ്പോഴാണ് എന്ന് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാതെ പോയത് എന്നാണ് വിപിൻ എനിക്ക് നൽകിയ മറുപടി ആ ചോദ്യത്തിന്. അപ്പോഴും ആ വീട്ടിൽ കൃത്യമായി സ്വാതന്ത്ര്യമുള്ള സുധാകരനുമായി വ്യക്തിബന്ധമുള്ള, കൃത്യമായി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ആരോ ഒരാൾ തന്നെയാണ് അത്തരമൊരു പ്രവൃത്തി ആ വീടിൻ്റെ കന്നിമൂലയിൽ ചെയ്തത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കോ ഒന്നും ഒരു തർക്കവുമില്ല. ആ ആളെയാണ് ഈ കൂടോത്ര കൊട്ടേഷന് വേണ്ടി അത് നൽകിയയാൾ വിലക്കെടുത്തത് എന്നാണ് സുധാകരനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും വിശ്വസിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. തീർച്ചയായും ഡാൻ, അതിപ്പോൾ ആരെ എന്നത് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് നേരത്തെ വിപിൻ അടക്കം പറയുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ പേരുകൾ പറയും എന്നുകൂടി പറയുന്നുണ്ട്. ചില നേതാക്കൾ, കോൺഗ്രസിനകത്തെ ചില നേതാക്കൾ തന്നെ നമ്മൾ ബന്ധപ്പെടുമ്പോഴടക്കം അവർക്ക് ആ പേരുകളൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്തു പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു ചാനൽ പ്ലാറ്റ്ഫോമിലൊന്നും പറയാൻ അവർ തയ്യാറാകുന്നില്ല. പക്ഷേ ഏതാണ്ടൊക്കെ അവർക്കറിയാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്താണ് ഡാൻ? പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ ഇതൊരു പരാതിയായി ഉയരുവാനുള്ള സാധ്യതയുണ്ട്. KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു പരാതി രേഖാമൂലം മുകളിലേക്ക് ലഭിച്ചാൽ
അത് തള്ളിക്കളയാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഒരു പരാതിയും ലഭിക്കാതെ തന്നെ കൃത്യമായി പാർട്ടി ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ 48 മണിക്കൂറിനകത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇങ്ങനെയൊരു പരാതി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് മുമ്പിലും സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലും എത്തിയാൽ അതങ്ങനെ അവഗണിച്ചു വിടാൻ പാർട്ടിക്ക് കഴിയില്ല. കാരണം ഇത് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയ ഒരു വിഷയമാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ പാർട്ടി അധ്യക്ഷനെതിരെ തന്നെ അങ്ങനെ ഒരു കാര്യം നീക്കം നടന്നു, രഹസ്യമായി ഗൂഢാലോചനയുടെ ഭാഗമായി എന്നൊക്കെ പറയുമ്പോൾ അതിനു പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും മുഖം രക്ഷിക്കാൻ അനിവാര്യമായ ഒരു കാര്യമായി മാറും. അതല്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്ക് പിന്നാലെ പാർട്ടി ഇത് വേട്ടയാടുന്ന ഒരു പരിഹാസമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതാണ് കൂടോത്ര വിവാദം കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചർച്ചയായി മാറുന്നുണ്ട്, നേതൃത്വത്തിനകത്ത് ചർച്ചയായി മാറിയിട്ടുണ്ട്. പക്ഷേ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് മുതിരുക എന്നത് അത് വലിയ തോതിൽ നാണക്കേട് കൂടി ഉണ്ടാക്കുന്ന ഒന്നാണ്. നേരത്തെ നമ്മൾ അബിൻ വർക്കിയെ പോലുള്ളവരുടെ പ്രതികരണമടക്കം ശ്രദ്ധിച്ചതാണ്. അബിൻ വർക്കി അവിടെ യൂത്ത് കോൺഗ്രസിന് വേദിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിച്ചത്. ഇത് 21ാം നൂറ്റാണ്ടാണ്, 2024 നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നത് തന്നെ കോൺഗ്രസിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയമായി എതിരാളികളെ എന്ന് പറഞ്ഞാൽ സ്വന്തം പാളയത്തിനകത്തുള്ള നേതാക്കളെ അപായപ്പെടുത്തുവാൻ, അവരെ ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കൂടോത്ര പ്രയോഗം നടത്തുന്നു മറ്റു ചിലർ എന്നുള്ളതാണ്. അത് പാർട്ടിക്കകത്ത് തന്നെയുള്ളവർ എന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷന്റെ വസതിയിൽ അവിടെ കന്നിമൂലയിലൊക്കെ ഒരു നിശ്ചിത താഴ്ചയിലൊക്കെ ഇങ്ങനെയുള്ള കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിൽ അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് ഇങ്ങനെ ചെയ്തത് എന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള എപ്പോഴും നേതാക്കൾ ഉള്ള ഇടമാണ്. അവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ എത്താൻ പറ്റുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. മാത്രവുമല്ല കോൺഗ്രസിനകത്ത് തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KPCC അധ്യക്ഷനെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നവർ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ താൻ വീണ്ടും തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ചു വന്നേ പറ്റൂ, തനിക്ക് KPCC അധ്യക്ഷ സ്ഥാനം ലഭിച്ചേ പറ്റൂ എന്ന നിലപാട് കെ സുധാകരൻ സ്വീകരിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് ആ പദവിയിലേക്ക് തിരികെ എത്തുന്നു. അതിനുശേഷം ഇതാ ഇപ്പോൾ ഈ വിവാദം കൂടി പുറത്തു വരുമ്പോൾ അതിൽ ഇനിയൊരു അന്വേഷണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു പരാതിയായി ഇത് KPCC നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മറ്റൊരു കാര്യം, ഇതിൻ്റെ ദേശീയ തലത്തിലുള്ള വാർത്താ പ്രാധാന്യം തന്നെയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ന്യൂസ് 18 ഇത് വാർത്തയായി പുറത്തുവിട്ടതിന് ശേഷം ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുത്ത പശ്ചാത്തലമുണ്ടാകുന്നു. ഇതിനു മുമ്പ് DK ശിവകുമാറുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ആഭിചാരക്രിയകൾ നടക്കുന്നു പാർട്ടിയിലെ നേതാക്കൾക്ക് നേരെ. അതിന് പിന്നിലും ഈ പാർട്ടിയിൽപ്പെട്ടവർ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അന്നത് നിഷേധിച്ച സാഹചര്യം ഉണ്ടാകുന്നു. അത് മലബാറിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. അത് ക്ഷേത്രം ഭാരവാഹികളൊക്കെ തള്ളിക്കളഞ്ഞ സാഹചര്യം ഒക്കെ ഉണ്ട്. അത് നമ്മൾ വാർത്തയായി തന്നെ നൽകിയതാണ്. അതിനുശേഷമാണിപ്പോൾ KPCC അധ്യക്ഷനെ തന്നെ അപായപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അത് ഇത്തരം ആഭിചാരക്രിയകളിലൂടെയൊക്കെയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ദേശീയ തലത്തിലും ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ചർച്ച ചെയ്യേണ്ട സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്? ദേശീയ തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ അത് തന്നെയായിരുന്നു നേരത്തെയും സൂചിപ്പിച്ചത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ കൂടോത്രത്തിന്റെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് അദ്ദേഹം നേരത്തെ നടത്തിയ വെളിപ്പെടുത്തൽ അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനായിരുന്നു സംസ്ഥാനത്തുള്ള നേതാക്കൾ ശ്രമിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുണ്ട് എന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിന്റെ രണ്ട് പ്രമുഖ ദേശീയ മുഖങ്ങൾ, അതായത് കോൺഗ്രസിനെ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ രണ്ട് മുഖങ്ങൾക്കെതിരെ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതിനെ അത്ര ലാഘവത്തോടെ അങ്ങ് തള്ളിക്കളയില്ല. കാരണം കോൺഗ്രസിന് എന്നും കരുത്ത് പകർന്നിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് കർണാടകയും അതോടൊപ്പം തന്നെ കേരളവും. കേരളത്തിൽ ഇത്തവണയുണ്ടായ മിന്നുന്ന വിജയം അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന കരുത്തും ഊർജ്ജവും ചെറുതല്ല. അങ്ങനെ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്
കോൺഗ്രസിന്റെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനെതിരെയും കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിക്കെതിരെയും അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അത്ര ലാഘവത്തോടെ തള്ളിക്കളയാനൊന്നും പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല. ഒരുപക്ഷെ ആ പാർട്ടിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ വിമർശകരൊക്കെ പറയുന്ന പോലെ നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, കെ സുധാകരനോ ഡി കെ ശിവകുമാറോ അവർക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നോ ഇല്ലെന്നോ പരസ്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഹീനമായ പ്രവൃത്തി ചെയ്തവർ കൂടോത്രത്തിൽ അന്ധമായി വിശ്വസിച്ചവരാണ്. അങ്ങനെ കൂടോത്രം ചെയ്താൽ ആർക്കെതിരെയാണോ അത് ചെയ്യുന്നത് അവരെ തേജോവധം ചെയ്യാൻ, ഇല്ലാതാക്കാൻ ആ കൂടോത്രത്തിന് ശക്തിയുണ്ടെന്ന് കൃത്യമായി ബോധ്യത്തിലാണ് അവരങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് ഈ ചർച്ചകളിൽ നിറയേണ്ടത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, അല്ലെങ്കിൽ അന്ധമായി കൂടോത്രത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവരെ ഇല്ലാതാക്കാനായി ബോധപൂർവമായ ശ്രമം നടത്തിയ ആ ഗൂഢസംഘം ആരാണ്, അതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. അഭിലാഷ്, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന വാർത്ത തന്നെയാണ് ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ അടക്കം യൂട്യൂബിൽ അടക്കം കാണുന്ന പ്രേക്ഷകരൊക്കെ നിരവധിയായ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. വളരെ കൃത്യമായി പ്രേക്ഷകരോട് വ്യക്തമാക്കാനുള്ളത് ഞങ്ങൾ ആവർത്തിച്ചു തന്നെ പറയുന്നു, ഇത് സമൂഹത്തിന് നിരക്കുന്ന ഒരു വാർത്തയല്ല എന്നത് വസ്തുതാപരമാണ്. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരെ ശബ്ദിക്കുന്നവർ ആണ്, ആ നിലയിൽ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നവർ ആണ്. പക്ഷേ അവർക്കിടയിൽ തന്നെ ഇത്തരം ഈ ആഭിചാരക്രിയകളൊക്കെ നടക്കുന്നു. അവർ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം ആഭിചാരക്രിയകളിൽ പങ്കാളികൾ ആകുന്നു, അതിനെ കൂടി കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ പുറത്തുവിടുമ്പോൾ വ്യക്തമാകുന്നത്. അതാകട്ടെ കോൺഗ്രസിനകത്ത് KPCC അധ്യക്ഷനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ചില നീക്കങ്ങൾ നടന്നിരുന്നു എന്ന് ആ കേന്ദ്രങ്ങളിൽ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. KPCC അധ്യക്ഷന്റെ വീട്ടിൽ നിന്ന്, വസതിയിൽ നിന്ന് കണ്ടെടുത്ത, അദ്ദേഹത്തിന്റെ വസതിക്ക് പരിസരത്ത് നിന്ന് കണ്ടെടുത്ത, കന്നിമൂലയിൽ നിന്ന് കുഴിച്ചെടുത്ത ഈ കൂടോത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ആണ്, അതിന്റെ ദൃശ്യങ്ങൾ ആണ് ഞങ്ങൾ നേരത്തെ പുറത്തുവിട്ടത്. എങ്കിൽ ആ ദൃശ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായ കെ സുധാകരന്റെ തന്നെ വിശ്വസ്തനായ വിപിന്റെ പ്രതികരണമാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം കെ സുധാകരനുണ്ടായി എന്ന സംശയം അവർക്ക് കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിപിൻ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത് എന്ന് വിപിൻ ന്യൂസ് 18നോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഞങ്ങൾ നൽകുന്ന വാർത്തയുടെ ആധികാരികതയിൽ ഞങ്ങൾക്ക് ഒരു സംശയമോ തർക്കമോ ഒന്നുമില്ല. പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എങ്കിൽ അത് അവരുടെ പാളിച്ചയും വീഴ്ചയും ആയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ഈ